RSS നിരോധിക്കേണ്ട സംഘടന തന്നെയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ആ ആവശ്യം തുറന്നു തന്നെ പറയും. സർദാർ വല്ലഭായ് പട്ടേലിന് കോൺഗ്രസും UPA സർക്കാരും അർഹമായ ബഹുമാനം നൽകിയിട്ടുണ്ട്. ദേശീയ താൽപര്യം മുൻനിർത്തിയായിരുന്നു പട്ടേൽ RSSനെ നിരോധിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ NEP പുനഃപരിശോധിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഖാർഗെ പറഞ്ഞു. गांधी जी की मृत्यु पर RSS वालों ने जो हर्ष प्रकट किया और मिठाई बांटी, उससे ये विरोध और भी बढ़ गया. इन हालात में सरकार की RSS के खिलाफ कदम उठाने के अलावा कोई और रास्ता नहीं बचा था. जो लोग गांधी जी की हत्या करने वाले, गांधी जी के बारे में बुरा सोचने वाले आज हमको कहते हैं कि कांग्रेस पार्टी वल्लभ भाई पटेल को याद नहीं करती. और उसमें भी ताज्जुब की बात है, दो गुजरात के बड़े लीडर्स वो कहते हैं. इसके लिए हमने लड़ा. उन नेताओं को ने आप उनके छाती पे गोलियां लगाकर उनको मार दिए और आज हमको पूछते हैं कि आप वल्लभ भाई पटेल के लिए क्या किए. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, വിവരങ്ങൾ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട ആഘോഷവേളയിലാണ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ BJPയും കോൺഗ്രസും തമ്മിൽ നടന്നത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചത് വല്ലഭായ് പട്ടേലിന് വേണ്ട ആദരവ് കോൺഗ്രസ് നൽകിയിരുന്നില്ല, പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നാണ്. ഇതിന് പിന്നാലെയാണ് RSSനും BJPക്കുമെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും നുണകൾ സത്യമാക്കി മാറ്റുന്നതിൽ വിദഗ്ധനാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചിരുന്നു. അത് ദേശീയ താൽപര്യം മുൻനിർത്തി എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ RSS നിരോധിക്കേണ്ട സംഘടന തന്നെയാണ്. ആ ആവശ്യം താൻ തുറന്നു പറയുമെന്നും RSSനെ വീണ്ടും നിരോധിക്കണമെന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യത്ത് ഭിന്നതയും വർഗീയതയും പരത്തുവാനാണ് RSSും BJPയും ശ്രമിക്കുന്നതെന്ന് തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നു. NCERT അടക്കമുള്ള പുസ്തകങ്ങളിൽ വലിയ രീതിയിൽ ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിക്കുന്നു കൂടി കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം, കാരണം ചില കോൺഗ്രസ് സംസ്ഥാനങ്ങളിലടക്കം ഇതിനോടൊപ്പം തന്നെ NEP നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകുമെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശ്രമം തുടരുന്നു എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും RSSനെതിരെ നിലപാട് ഘടിപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നത്. നിരോധിക്കേണ്ട സംഘടന തന്നെയാണ് RSS എന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു വെക്കുകയാണ്. തന്നെ ശരി അരവിന്ദ്.